ഹായ് ഗൈസ്, എല്ലാവർക്കും ബേസിക്കുകളിലേക്ക് സ്വാഗതം. നമ്മളിവിടെ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 24ാമത്തെ ദിവസമാണ്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്ത് വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏതാണ്? ചെമ്മീൻ, തിരണ്ടി, ആരൽ, സക്കർ ഫിഷ്. ഇവിടെ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഓപ്ഷൻ എ ചെമ്മീനാണ്. ചെമ്മീൻ ഒരു ക്രസ്റ്റേഷ്യനിൽ വരുന്നതാണ്. അതുകൊണ്ട് ചെമ്മീനാണ് ഇവിടെ മത്സ്യ ഇനത്തിൽ പെടാത്തത്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ലോകത്തിൽ ആദ്യമായിട്ട് 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഓപ്ഷൻ സി ചൈനയാണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഓപ്ഷൻ ബി വിസരണമാണ്. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാമാണ്? അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കിലിയൻ എംബാപ്പെ ഗോൾഡ് ബൂട്ട് നേടി. ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളവ? അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായിട്ട് മെസ്സിനെയാണ് തിരഞ്ഞെടുത്തത്. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ഇവ മൂന്നും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2ാം സ്ഥാനം ബ്രസീൽ അല്ലായിരുന്നു, ഫ്രാൻസിനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? KSEB, കുസാറ്റ്, അനേർട്ട്, NTPC. ഇതിലേതാണ് കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്നത്? ഓപ്ഷൻ സി അനേർട്ട് ആണ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏതു മരത്തിൻ്റെ തടി കൊണ്ടാണ്? വില്ലോ മരം, പൈൻ മരം, ഓക്ക് മരം, പ്ലാവ് മരം. ഇവിടെ ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ വില്ലോ മരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ബി കേളപ്പനാണ്. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ലോട്ടറി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ സി കേരളം. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാ ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ഇവിടെ ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങളെ കാലഗണനാ ക്രമത്തിൽ പട്ടികപ്പെടുത്തുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം 1942 നടന്നത്. ചൗരി ചൗര നടന്നത് 1922. ചമ്പാരൻ 1917, നിസ്സഹകരണം 1920. അപ്പോൾ 2, 4, 3, 1 അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, എലിപ്പനി. ഇവിടെ ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന, ഗോവ, ജമ്മു കാശ്മീർ, വെസ്റ്റ് ബംഗാൾ. ഇവയിൽ ഏതാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ഗോവയാണ്. ബാരാലാച്ച ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബാരാലാച്ച ചുരം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശിലാണ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഓപ്ഷൻ സി മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേലാണ്. മഹാത്മാഗാന്ധി
1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? 1931 മഹാത്മാഗാന്ധി ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഏത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14 ഏതു വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഏതു വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഇവിടെ ഓപ്ഷൻ ബി 1804 നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധത്തിന്റെ പേരെന്താണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമം കുന്ന് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ സിക്കിമിലാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ചലിക്കുന്ന ദേശീയോദ്യാനമാണ് കെയിംബുൾ ലംജാവോ. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി എന്ത് പേരിൽ അറിയപ്പെടുന്നു? പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ദ്രാവിഡ ശൈലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. വിയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ഛേദക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ഇവിടെ മടക്കു പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് സംയോജക സീമകളിലെ ശിലാമണ്ഡലങ്ങളുടെ ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായിട്ടാണ്. ഇവിടെ ഓപ്ഷൻ എ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വനിത ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ ആണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ബൃഹദീശ്വര ക്ഷേത്രം, കൈലാസ ക്ഷേത്രം, ദശാവതാര ക്ഷേത്രം, മാമണ്ടൂർ ഗുഹാക്ഷേത്രം ഇവയിൽ ഏതാണ് ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലോക പ്രശസ്ത ക്ഷേത്രം? ഇവിടെ ഓപ്ഷൻ എ ബൃഹദീശ്വര ക്ഷേത്രം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? 1998 മെയ് 17 ആരംഭിച്ചത് ഓപ്ഷൻ ബി കുടുംബശ്രീയാണ്. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17
1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഓപ്ഷൻ സി സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഒരു ചെയർമാനും 4 അംഗങ്ങളുമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 226 ആണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിനു മുന്നിലുള്ള സമത്വം നൽകുന്നത്? നിയമത്തിനു മുന്നിലുള്ള സമത്വം നൽകുന്നത് ഓപ്ഷൻ ബി അനുച്ഛേദം 14 സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ട് ഏതാണ്? സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ട് ഓപ്ഷൻ സി മൻഡാമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ എ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 51A അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ഓപ്ഷൻ ഡി ശ്രീമതി വിജയഭാരതി സയാനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിക്കപ്പെട്ടത് 1947 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് ഓപ്ഷൻ ബി വിശ്വഭാരതി എന്നതാണ്. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയത് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇവിടെ ഓപ്ഷൻ സി ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളാണുള്ളത്? 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കിയിലാണ്. അതുപോലെ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യൂ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായലാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ഏതാണ്? കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ഓപ്ഷൻ ബി PT ഉഷയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മുതിരപ്പുഴയിലാണ്. നീല വിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല വിപ്ലവം മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
പാലുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ധവള വിപ്ലവമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓപ്ഷൻ സി AK ഗോപാലനായിരുന്നു. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഓപ്ഷൻ ഡി വിഴിഞ്ഞമാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് ഓപ്ഷൻ എ കുമ്പളങ്ങി. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടന്നത്. ഇത് ആരുടെ കാലഘട്ടത്തിലാണ്? ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന് കമൻറ്റ് ചെയ്യൂ. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ്. 54ാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 54ാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ മിഥുൻ ചക്രവർത്തിക്കാണ്. 55ാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മോഹൻലാൽ ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ചു. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാനം പ്രസ്സിൽ നിന്നും അടിച്ചിറക്കി. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ഇവിടെ ശരിയായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ ജനിച്ചു. അത് തെറ്റാണ്. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാനം പ്രസ്സിൽ നിന്നും അടിച്ചിറക്കി. അത് തെറ്റാണ്. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ ജനിച്ചു എന്നതും ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാനം പ്രസ്സിൽ നിന്ന് അടിച്ചിറക്കിയെന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ്. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചതും കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടതും അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയതും പൊയ്കയിൽ യോഹന്നാനാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ്? രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഓപ്ഷൻ സി INS അരിഖാത്ത് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനിയാണ് അരിഹന്ത്. ഇത് ആദ്യത്തേതും അരിഘാത്ത് രണ്ടാമത്തേതുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം, പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജമല്ല, സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടേതാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, അത് ശരിയാണ്. കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘമല്ല, പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ്റേതാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം, ഇത് രണ്ടും ശരിയാണ്. ഇവിടെ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഇവിടെ ഓപ്ഷൻ ഡി അരുവിപ്പുറം ക്ഷേത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായിട്ട് ഉപ്പുകുറുക്കൽ സമരം നടന്നത് ഓപ്ഷൻ എ പയ്യന്നൂരായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം ഏതാണ്?
സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ താരമാണ് ഓപ്ഷൻ ബി മനു ഭാക്കർ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മദൻ മോഹൻ മാളവ്യ, ഭാരത കേസരി എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? റിക്സിയ എന്നത് ഒരു ബ്രയോഫൈറ്റ് ആണ്. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് 270 മുതൽ 280 ദിവസമാണ്. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതികവിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതികവിദ്യ DNA ബാർകോഡിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏതു ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഓപ്ഷൻ ഡി മെലറ്റോണിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? മനുഷ്യനിലെ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏതാണ്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഓപ്ഷൻ സി അനുയാത്രയാണ്. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തുക. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുക്കളാണ് ഡയോക്സിൻ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയകളുടെ ഉപോൽപ്പന്നങ്ങളാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഡയോക്സിൻ എന്നതൊരു വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകുന്ന വസ്തുവാണ്. അത് കൊഴുപ്പ് കലകളിലാണ് സംഭരിക്കപ്പെടുന്നത്. വ്യാവസായിക പ്രക്രിയകളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഉപോൽപ്പന്നമാണ് ഡയോക്സിൻ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്കും തകരാറിനും ക്യാൻസറിനും വരെ ഇത് കാരണമായേക്കും. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏതാണ്? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഓപ്ഷൻ എ ഭീമയാണ്. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നത് ഓപ്ഷൻ സി ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് ക്വാർക്ക് +2/3 ഇലക്ട്രോൺ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് -1/3 ഇലക്ട്രോൺ ചാർജ് ഉള്ളതുമാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ പ്രോട്ടോൺ 2 അപ്പ് ക്വാർക്ക് 1 ഡൗൺ ക്വാർക്ക്, ന്യൂട്രോൺ 1 അപ്പ് ക്വാർക്ക് 2 ഡൗൺ ക്വാർക്ക് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ഓപ്ഷൻ സി ജലം. 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്നും ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ നമുക്കറിയാം മാസിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും 6 കിലോഗ്രാം തന്നെയായിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഇവിടെ കിലോവാട്ട് അവർ, എർഗ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഇവയെല്ലാം ഊർജത്തിൻ്റെ യൂണിറ്റ് ആണ്. എന്നാൽ
ജൂൾ പെർ സെക്കൻഡ് എന്നത് ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ല. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? ഇവിടെ സെൽഷ്യസ് സ്കെയിലിലെ ഏറ്റവും സാധ്യമായിട്ടുള്ള താഴ്ന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ -459.69 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കെൽവിൻ സ്കെയിലിലെ ഏറ്റവും സാധ്യമായ താഴ്ന്ന താപനില 0 കെൽവിൻ ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. പ്രവേഗം 0 ത്വരണവും 0 സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം 0. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവും തുല്യമാണ്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 2 മാത്രമാണ്. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം 0. അടുത്ത ക്വസ്റ്റ്യൻ. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ, പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ, 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കമായാൽ. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ, പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ, 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കമായാൽ. ഈ 3 സാഹചര്യത്തിലും അപവർത്തനം സംഭവിക്കില്ല. അതിനാൽ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയായിരിക്കും? ഇവിടെ ഗതികോർജം E/2, ആകെ ഊർജം E/2. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണ്? ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയുമാണ്. മെൻഡലിയേഫ് മൂലകങ്ങളെ വർഗീകരിച്ചത് അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിലാണ്. എന്നാൽ മോസ്ലി അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത് സിന്നബാറിനെയാണ്. സിന്നബാർ എന്തിൻ്റെ അയിരാണ് എന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.